ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ ഉച്ചയൂണ് പൊതിച്ചോറ്. ഇന്നത്തെ പൊതിയിൽ എന്തെല്ലാം കറികളുണ്ടെന്ന് നോക്കിയാലോ. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടും കൂടെ വേണം. ആദ്യം വെക്കുന്നത് ഒരു റോസ്റ്റാണ്, സോയാബീൻ റോസ്റ്റ്. അത് കഴിഞ്ഞ് വെക്കുന്നത് ഒരു ഇലത്തോരനാണ്, വള്ളിപ്പയറിൻ്റെ ഇല വെച്ച് ഉണ്ടാക്കിയ ഒരു തോരൻ. ഇത് ബിപിക്കൊക്കെ നല്ലതായിട്ട് ഗുണം ചെയ്യുന്ന ഒരു തോരനാണ്. ഇത് ഉണ്ടാക്കുന്ന വീഡിയോ ഇതിനോടൊപ്പം ഉണ്ട്, എല്ലാവരും ഒന്ന് കാണണം, മിസ് ചെയ്യരുത്. അത് കഴിഞ്ഞ് ഇന്ന് ചമ്മന്തിയാണ്, കോഴിക്കറിയില്ല. ഇന്ന് മീനില്ല, അതിന് പകരം മുട്ടയാണ്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ പൊതിയിൽ ഉള്ള കറികൾ. എല്ലാവരും കൂടെ കാണുമെന്ന പ്രതീക്ഷയോടെ നാളെയും പൊതിച്ചോറിൻ്റെ വീഡിയോ ഇടുന്നതാണ്. ഇതിനോടൊപ്പം ഉള്ള ഇലത്തോരൻ്റെ വീഡിയോയും എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ ഇന്നത്തെ പൊതിച്ചോറിൽ നമ്മൾ വള്ളിപ്പയറിൻ്റെ ഇല കൊണ്ടുള്ള ഒരു തോരനാണ് വെക്കുന്നത് കേട്ടോ. അത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായി നട്ടു വളർത്തിയ പയറിൽ നിന്ന് എടുത്തിട്ടുള്ള ഇലയാണ്. അത് ഞാനെല്ലാം അതിൻ്റെ തളിരിലയാണ് കേട്ടോ, ഒരുപാട് മൂത്ത ഇലയല്ല, തളിരിലയാണ് എടുത്തത്. അത് ഞാൻ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ്. നല്ല ഗുണമുള്ള ഇലയാണിത്, പ്രഷറിനൊക്കെ നല്ലതാണ്. ഇതിൻ്റെ ഇലത്തോരൻ കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതെല്ലാം ഒന്ന് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പം അതിന് അരയ്ക്കാനുള്ള വെളുത്തുള്ളിയും കാന്താരി മുളകും, മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും, കുറച്ച് ഇലയുള്ളത് കൊണ്ട് കുറച്ച് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കടു വറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വറ്റൽ മുളകും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതെല്ലാം കൂടെ ഒന്ന് മിക്സിയിൽ ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് ഈ ഇലയിലൊന്ന് നല്ലതായിട്ട് തിരുമ്മി പിടിപ്പിക്കണം. അതിന് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം, നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് കടു വറുത്തങ്ങ് ഇടാവുന്നതാണ്. ഞാനിപ്പോൾ ഇങ്ങനെയാണ് വെക്കുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വെക്കാം കേട്ടോ, അതൊന്നും കുഴപ്പമില്ല. പക്ഷേ എന്തുപോലെ ഇത് സംഭവം നല്ല ടേസ്റ്റും സൂപ്പറുമാണ്. അപ്പോൾ ഞാൻ നമ്മുടെ തവ ഒഴിച്ച് കൊടുത്തു. അത് നന്നായി ചൂടായപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ എല്ലാം ഒന്ന് നന്നായി ചൂടായി കിട്ടിയപ്പോൾ ആവശ്യത്തിന് കടുവ് ഇട്ട് കൊടുത്തു. എന്നിട്ട് നമുക്ക് ഒരു കുഞ്ഞുള്ളിയും കൂടെ അങ്ങ് അരിഞ്ഞിടാം. അതും അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ അതിലേക്ക് ഞാൻ എടുത്ത് വെച്ചിരുന്ന ഒരു വറ്റൽമുളകും ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അതിലേക്ക് മിക്സ് ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ പയറില, അരപ്പും എല്ലാം കൂടി ഇട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ പയറിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിന് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ, കാരണം ഇത് അടച്ച് വെച്ച് ആ ആവിയിലിരുന്ന് വെന്താൽ മതി. ഒരുപാട് വേവൊന്നും ഇല്ലല്ലോ, ഇലയ്ക്ക് ഒരുപാട് വേവൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഞാൻ ഒരടപ്പ് വെച്ച് അടച്ചു കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വന്ന് അതിൻ്റെ അടപ്പെടുത്തു. അപ്പോൾ ഒരു ശകലം വരാൻ താമസിച്ചു, അതുകൊണ്ടാണ് ഒന്ന് ചെറുതായിട്ടൊന്ന് വെള്ളം അടുക്കി പിടിച്ചതുപോലെ തോന്നുന്നത്. പക്ഷേ കുഴപ്പമില്ല, നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു.